ഇപ്പോൾ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്, ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യം അത് കൊല്ലത്തു നിന്നുള്ളതാണ്. കൊല്ലം നഗരത്തിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം ഒരു വലിയ ജാഥയായി പ്രവർത്തകർ ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അരുൺ രാജ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, കൊല്ലത്ത് BJPയുടെ ഒരു ശക്തി പ്രകടനം അതാണ് നമ്മൾ കാണുന്നത്. ആരൊക്കെ ഈ ജാഥയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്? വിവരങ്ങൾ പറഞ്ഞു. BJPയുടെ ശക്തി പ്രകടനമാണ്, BJPയുടെ ഒരു വിജയാഹ്ലാദമാണ് കൊല്ലം നഗരത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ BJPയുടെ പ്രവർത്തകർ, BJPയുടെ ജയിച്ച സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവരുടെ വലിയ നീണ്ട നിര തന്നെ ഈ പ്രകടനത്തിൽ അടക്കമുണ്ട്. വനിതകൾ, കുട്ടികൾ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ ജാഥ ഇപ്പോൾ ഈ കൊല്ലം നഗരത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കൊല്ലത്തെ വലിയ വിജയം, അത് 6 സീറ്റിൽ നിന്ന് 12ലേക്ക് എത്തി എന്നുള്ളത് BJPയെ സംബന്ധിച്ച് BJP കേന്ദ്രങ്ങൾ പോലും വലിയ ആത്മവിശ്വാസം ഇക്കാര്യങ്ങളിൽ പുലർത്തുന്നുണ്ട്. കാരണം BJPക്ക് ഒരിക്കൽ പോലും ഇത്ര ഒരു വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് BJP കരുതിയില്ല. അവിടെ BJP ഉയർത്തിയ ഒരു രാഷ്ട്രീയം അത് വിജയിച്ചു എന്നുള്ളതാണ് BJP ഘട്ടത്തിൽ അവകാശപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ കൊല്ലം നഗരം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത് ഒരു ചുമപ്പടിഞ്ഞ നഗരമായിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ചിത്രത്തിൽ പോലും ഇപ്പോൾ ഒരു പ്രകടനം നടത്താൻ പോലും CPMന്റെ പ്രവർത്തകരെ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത. മറുസൈഡിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ക്യാമറ കാണിക്കും. മറുസൈഡിൽ പോലും BJPയുടെ പ്രവർത്തകർ സംഘടിച്ചെത്തുന്ന കാഴ്ച. BJP അതിന്റെ ഒരു വിജയം അത് പരിപൂർണമായി ആഘോഷിക്കുകയാണ്. കൊല്ലത്ത് തിരുവനന്തപുരം നഗരസഭ പിടിക്കുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമ്പോൾ കൊല്ലത്ത് അത് 6ൽ നിന്ന് 12ലേക്ക് എത്തിയത് വൻ വിജയവും വൻ തരംഗവുമാണ് എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്നത്. BJPക്ക് വലിയ നേട്ടം കൊല്ലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. CPMന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും BJP 2ാം സ്ഥാനത്തെത്തുന്ന കാഴ്ച, അത് അവിടെ പോലും വലിയ വിജയമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ. ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. BJP പ്രവർത്തകർ ഈ നഗര ഹൃദയത്തിൽ, അത് വനിതകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്, അവരെല്ലാം വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ്. പ്രായഭേദമന്യേ വലിയ ആഘോഷത്തിലേക്ക് BJP കിടക്കുന്നു. അങ്ങനെ വിജയം അത് 12 സീറ്റാണെങ്കിൽ പോലും അതിൽ വലിയ ആഘോഷത്തിലേക്ക് നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ BJPയുടെ ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ്. നമുക്ക് ഇതിന് മുൻനിരയിലേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലാം. കാരണം അവിടെയാണ് BJPയുടെ ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഈ ഘട്ടത്തിലുള്ളത്. കാരണം വിജയിച്ച സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ ഇതിന്റെ ഈ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ കിടക്കുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ വലിയ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് 14 എന്നുള്ളതാണ്, 12ലേക്ക് എത്തി. അതെ, കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. BJP ഉയർത്തിയിട്ടുള്ള വികസിത കേരളവും വികസിത കൊല്ലവും ജനങ്ങള് നെഞ്ചിലേറ്റി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിലവിലെ 6 കൗൺസിലർ മാത്രം ഉണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ 12 കൗൺസിലർമാർ 2 അക്കത്തിലേക്ക് എത്തിയ ഒരു വലിയ മാന്ത്രിക വിജയത്തിന് BJP നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇവിടത്തെ കൊല്ലത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം ആഘോഷം വലിയ വിജയമാണ്, വലിയ വിജയാഘോഷമാണ്. 2ാം സ്ഥാനം ചെറിയ വോട്ടുകൾക്ക് വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചുരുങ്ങിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജയത്തിനോട് അടുത്തെത്തിയ ഒരു വിജയമായിരുന്നു. പക്ഷേ നമ്മളെ ഉയർത്തിയിട്ടുള്ള ആ കോർപ്പറേഷനിൽ ജയിച്ചതിൽ കൂടുതലും വനിതകളാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് ഇതേ തന്ത്രമാണ് BJP തുടങ്ങിയത്. അതെ, ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടന്ന ഒരു കോർപ്പറേഷനാണ് കൊല്ലം. കഴിഞ്ഞ 30 വർഷക്കാലത്തെ അവരുടെ ആധിപത്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ ജനത സന്തോഷപൂർവ്വം ഈ വിജയം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കൊല്ലത്തെ വിജയം അത് BJP ആഹ്ലാദിക്കുകയാണ്. ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ BJPക്ക് അതിന്റെ ചരിത്രത്തിൽ, BJPയുടെ കൊല്ലത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി ഈ കൊല്ലത്തെ വിജയം മാറുകയും ചെയ്യുന്നുണ്ട്. 12 ഇടങ്ങളിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് CPMും UDFും പരമ്പരാഗതമായി വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ് അവിടെ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.